കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 77. രചന ശാലിനി EN. അന്ന് നീ കണ്ട മാലിനിയിൽ നിന്നും ഇന്നത്തെ മാലിനിയിലേക്കുള്ള ദൂരം വളരെ വളരെ കൂടുതലാണ് സുഭദ്രേ. അടഞ്ഞ വാതിലിന് നേർക്ക് നോക്കി ദേഷ്യം കടിച്ചമർത്തി മാലിനി. ഈ സമയത്ത് തിരുവനന്തപുരത്ത് റെക്കോർഡിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മഹാദേവൻ മാസ്റ്റർ. സങ്കടങ്ങളെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചിട്ട് സ്വന്തം പ്രൊഫഷനിൽ ജാഗ്രതയാകുന്ന മനുഷ്യൻ. കുറച്ചു നാളുകൾക്ക് ശേഷം അയാളുടെ PA ആയ മുകുന്ദൻ പിള്ളയും കൂടെയുണ്ട്. മഹാദേവൻ മാസ്റ്ററുടെ പുതിയ പടത്തിൻ്റെ റെക്കോർഡിംഗാണ് നടക്കുന്നത്. ഈ പടത്തിലാണ് ആദ്യമായി കാർത്തിക് മഹാദേവൻ പാടുമെന്ന് നാളുകൾക്ക് മുൻപ് മഹാദേവൻ മീഡിയാസിനെ അറിയിച്ചത്. ഇന്നത്തെ അവസ്ഥയിൽ കാർത്തിയോട് പാടാൻ പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു മഹാദേവനും ബദ്രിയും. നദി പോയതിൽ പിന്നെ ബദ്രിയുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ കണിക പോലും കടന്നു വന്നിരുന്നില്ല. എവിടെയാണെന്ന് കാർത്തിയിൽ നിന്നും അറിഞ്ഞിട്ടും അവളെ തേടി പോകാൻ മനസ്സ് തയ്യാറായില്ല. പാടാനായി നിൽക്കുമ്പോൾ സ്റ്റുഡിയോ മുഴുവൻ നിശബ്ദമായിരുന്നു. സൗണ്ട് എഞ്ചിനീയർ പ്ലേ ബട്ടൺ അമർത്തിയതും ഹെഡ്ഫോണിലൂടെ നദി മുമ്പ് റെക്കോർഡ് ചെയ്ത സ്വരം ബദ്രിയുടെ കാതുകളിലേക്ക് മെല്ലെ ഒഴുകിയെത്തി. ഒരു നിമിഷം അവൻ കണ്ണുകൾ അടച്ചു. ആ സ്വരത്തിൽ നദിയുടെ സാമീപ്യം അവൻ അനുഭവിച്ചു. അതരങ്ങളിൽ അറിയാതെ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. പിന്നെ മൈക്കിനരികിലേക്ക് ചെരിഞ്ഞ് അവളുടെ ശബ്ദത്തെ ചേർത്ത് പിടിക്കുന്നത് പോലെ തൻ്റെ സ്വരം അതിലേക്ക് ചേർത്തു. ഓരോ വരിയും മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു സാധാരണ ഡുയറ്റ് റെക്കോർഡിംഗ് മാത്രമായിരുന്നില്ല. മൈലുകൾക്കപ്പുറത്തായിരുന്നിട്ടും സംഗീതത്തിലൂടെ പരസ്പരം ചേർന്ന് നിൽക്കുന്ന രണ്ട് ഹൃദയങ്ങളുടെ സംഭാഷണമായി അത് മാറുകയായിരുന്നു. ബദ്രിയുടെ കണ്ണുകളിൽ സങ്കടത്തിൻ്റെ നോവുണ്ടായിരുന്നു. ഒരുമിച്ചില്ലാതെ ഒരുമിച്ച് ഒരു പാട്ട് പാടിയിരിക്കുന്നു. അവൾ പോലും അറിയാതെ അവളുടെ സ്വരം ഒരു സിനിമയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. ഒരു പിന്നണി ഗായികയായ അവൾ ആദ്യം ചുവട് വെച്ചിരിക്കുന്നു. കാർത്തിക്ക് വേണ്ടി മാറ്റിവെച്ച പാട്ടും ബദ്രി തന്നെയാണ് പാടിയത്. സിനിമാ ലോകം ഇതിലും വലിയതെന്തോ കാർത്തിക്കായി കാത്തുവെച്ചിട്ടുണ്ടാവാം. അങ്ങനെയൊരു ചിന്തയിൽ ബദ്രി മനസ്സിന് ആശ്വാസം കണ്ടെത്തി. ബദ്രി ഗ്ലാസ് റൂമിന് പുറത്തേക്ക് വന്നതും സൗണ്ട് എഞ്ചിനീയർ സുന്ദർ ജി അവൻ്റെ അരികിലേക്ക് ഓടിയെത്തി. ബദ്രി സാർ, ആ കുട്ടി വന്നിട്ടില്ലല്ലേ? നല്ല സ്വരമാണ് കേട്ടോ. സിനിമാ പിന്നണി ലോകത്ത് അവൾ ഒരു തരംഗം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നദിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായതും ബദ്രിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. ആദ്യമായി ആ സ്വരം കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അത്രയ്ക്കും ഇമ്പമാർന്നതായിരുന്നു ആ സ്വരം. ആദ്യത്തെ ഈ പാട്ടുകൾ തന്നെ അവാർഡുകൾ വാങ്ങി കൂട്ടുകയില്ലെന്ന് ആര് കണ്ടു? ആ കുട്ടിയോട് ഞാൻ അന്വേഷിച്ചതായി പറയണം കേട്ടോ. സുന്ദർജി കടന്നുപോയിട്ടും ബദ്രി അതേ നിൽപ്പ് നിന്നു. റെക്കോർഡിംഗ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാറിനുള്ളിലെ സംസാര വിഷയം നദിയായിരുന്നു. ഈ പാട്ടുകൾ വിജയിച്ചാൽ തീർച്ചയായും നദിക്കുഞ്ഞ് തിരിച്ചു വരും. പാട്ടിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് അധികകാലമൊന്നും അതിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല. മുകുന്ദൻ പിള്ളയുടെ വാക്കുകൾ മഹാദേവൻ മാസ്റ്ററുടെ മനസ്സിൻ്റെ മുറിവിൽ തേൻ പുരട്ടുന്നത് പോലെയായിരുന്നു. അല്ലെങ്കിലും ഇതൊരു താൽക്കാലിക വേർപിരിയലാണ് പിള്ളച്ച. എല്ലാം മനസ്സിലാക്കി നദി തിരിച്ചു വരും, അവരുടെ അച്ഛൻ്റെയും ഏട്ടൻ്റെയും അരികിലേക്ക്. അതൊന്നും അധികം വിദൂരമല്ല. ഡ്രൈവിംഗ് ചെയ്യുന്ന ബദ്രി അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നിലിരിക്കുന്ന മഹാദേവൻ മാസ്റ്ററെ റിയർവ്യൂ മിററിലൂടെ നോക്കി. മാസ്റ്ററുടെ മുഖത്ത് അന്നേരം ആശ്വാസത്തിൻ്റെ തെളിനീർ പരക്കുന്നത് അവൻ കണ്ടു. ഈ സമയം എറണാകുളത്തെ സുകുമാറിൻ്റെ ഫ്ലാറ്റ്. ഒരാഴ്ചത്തെ ലീവാണ് സുകുമാറിനുള്ളത്. ഇനി 3 ദിവസം കൂടി കഴിഞ്ഞാൽ അയാൾക്ക് ജോലിക്ക് കയറണം. സുകുമാറും നിർമ്മലയും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ് നദിയെ. അവരുടെ സ്നേഹത്തിന് മുന്നിൽ അവൾ അവളുടെ വിഷമങ്ങൾ മനഃപൂർവ്വം മറന്നു. ഈ പ്രായത്തിൽ അവർക്കൊരു മകൾ ജനിച്ചപ്പോൾ ഉണ്ടാവുന്ന സന്തോഷമായിരുന്നു സുകുമാറും നിർമ്മലയും ആ നിമിഷങ്ങളിൽ അനുഭവിച്ചത്. വെറുതെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത് നിർമ്മലയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തുള്ള പല കമ്പനികളിലും അവർ ജോലിക്കായി അപേക്ഷ കൊടുത്തു. നിർമ്മല ജോലിക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ നദിക്കും പോകണമെന്നായി. 1-2 നദി നിർമ്മലയോടൊപ്പം ഇൻ്റർവ്യൂവിന് പോയി. അവർ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞതല്ലാതെ വിളിച്ചില്ല. അവസാനം തിരുവനന്തപുരം ഗ്രൂപ്പിൻ്റെ എറണാകുളത്തുള്ള ഓഫീസിൽ ജോലി ഒഴിവുണ്ടെന്നറിഞ്ഞപ്പോൾ അവിടേക്ക് പോകാം എന്നായി നിർമ്മല. അത് വേണ്ടെന്ന് പലതവണ നദി പറഞ്ഞു നോക്കിയെങ്കിലും നിർമ്മല വഴങ്ങിയില്ല.
കാർത്തിയുടെ നിർദ്ദേശമാണതെന്ന് നദിയോട് പറയാൻ പറ്റില്ലല്ലോ. നിർമ്മലയ്ക്കും നദിക്കും അവിടെ ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് കാർത്തി നിർമ്മലയെ വിളിച്ച് അറിയിച്ചത്. നദിക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു ഇൻ്റർവ്യൂ. തിരുവനന്തപുരം ഗ്രൂപ്പിൽ കയറിയാൽ കാർത്തിയേട്ടനും അച്ഛനും മനസ്സിലാവില്ലേ ഞാൻ ഇവിടെയുണ്ടെന്ന്? അവരെന്നെ തിരക്കി ഇങ്ങോട്ട് വരില്ലേ? വേണ്ട ആൻറ്റി, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. നീ എന്തിനാ മോളെ ഇങ്ങനെ പേടിക്കുന്നത്? 200-ലധികം പേർ വർക്ക് ചെയ്യുന്ന ഓഫീസാണ്. അതിനുള്ളിൽ വന്ന് നമ്മുടെ ഐഡൻറ്റി തിരയാൻ ആർക്കാണ് നേരം? നീ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇന്ന് വൈകിട്ട് ഇൻ്റർവ്യൂവിന് പോകാം. താൻ പറയുന്നതൊന്നും നിർമ്മലാൻറ്റി കേൾക്കുന്നില്ലെന്ന് കണ്ടതും നദിക്ക് നല്ല വിഷമം തോന്നി. എങ്കിലും അവരുടെ സ്നേഹം നഷ്ടപ്പെടേണ്ട എന്ന് കരുതി നിർമ്മലയുടെ കൂടെ ഇൻ്റർവ്യൂവിന് പോകാൻ നദി തയ്യാറായി. സുകുമാർ കാറിൽ രണ്ടുപേരെയും തിരുവനന്തപുരം ഓഫീസിൻ്റെ മുന്നിൽ ഇറക്കിക്കൊടുത്തു. നിർമ്മലയുടെ പിന്നാലെ ഓഫീസ് കെട്ടിടത്തിനുള്ളിലേക്ക് ചെന്നതും അവരുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മ വന്നു. സത്യപ്രതാപൻ്റെ കൂടെ ആദ്യമായി ജോലിക്ക് ചെന്നതും അന്നവിടെ ഉണ്ടായ സംഭവങ്ങളും അവരുടെ അകക്കണ്ണിലൂടെ മിന്നിമറഞ്ഞുപോയി. റിസപ്ഷനിൽ പോയി മാനേജറെ കാണണമെന്നും അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞപ്പോൾ റിസപ്ഷനിസ്റ്റ് വേഗം മാനേജറുടെ ക്യാബിനിലേക്ക് വിളിച്ചു. ചെല്ലാൻ പറഞ്ഞു മാഡം, ഈ വഴി നേരെ പോയാൽ സാറിൻ്റെ ക്യാബിനാണ്. താങ്ക്സ് പറഞ്ഞ് നിർമ്മല നടന്നതും നദി അവൾക്ക് പിന്നാലെ നടന്നു. മാനേജർ ക്യാബിനിൽ അവരെ കാത്തിരിക്കുകയായിരുന്നു. രണ്ടുപേരോടും ഇരിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. മുൻപ് എവിടെയെങ്കിലും ജോലി ചെയ്തിരുന്നോ എന്നതിന് ഇല്ലെന്നായിരുന്നു നിർമ്മലയുടെ മറുപടി. ഇൻ്റർവ്യൂവിന് ശേഷം വിളിക്കാമെന്ന് മറുപടി പറഞ്ഞതും അവർ രണ്ടുപേരും മാനേജറോട് താങ്ക്സ് പറഞ്ഞു പുറത്തേക്കിറങ്ങി. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൻറ്റി എന്താ എവിടെയും ജോലി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്? നിർമ്മല നദിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖം നിറയെ സംശയങ്ങളാൽ നിറഞ്ഞിരിക്കുന്നത് നിർമ്മല കണ്ടു. അത്രയും വർഷം ഞാൻ വർക്ക് ചെയ്തത് തിരുവനന്തപുരം ഗ്രൂപ്പിൻ്റെ ഓഫീസിലല്ലേ, അക്കാര്യം ഇവിടെ പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് പറയാതിരുന്നത്. ആ മറുപടിയൊന്നും നദിക്ക് വിശ്വാസമായിട്ടില്ല എന്ന് അവളുടെ മുഖം പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ നിർമ്മലയും തയ്യാറായില്ല. ബാംഗ്ലൂർ ചിലങ്കയുടെ കോളേജ് ഹോസ്റ്റൽ. പറക്കുന്ന കാക്കയോട് പോലും സംസാരിച്ചിരുന്ന ചിലങ്ക ഇപ്പോൾ ആരോടും സംസാരിക്കാറില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അതിന് 1-2 വാക്കിൽ മറുപടി പറയും. റൂംമേറ്റ് അശ്വതി പലതവണ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ചോദിക്കുന്നതിന് മറുപടി പറയുക എന്നതല്ലാതെ തിരിച്ചൊരു ചോദ്യവും ഉണ്ടായില്ല. ചില ചോദ്യങ്ങൾക്ക് മൗനം മാത്രമായിരിക്കും മറുപടി. അശ്വതിയും ചിലങ്കയും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ക്ലാസ്സിലും ഒറ്റപ്പെട്ട രീതി തന്നെയായിരുന്നു ചിലങ്കയ്ക്ക്. അധ്യാപകർ ക്ലാസ് എടുക്കുന്നത് ശ്രദ്ധിക്കാനും പഠിക്കാനും അവൾ ശ്രമിക്കുന്നുണ്ട്. കോളേജിലെ 2ാമത്തെ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തിയ സമയം കുളിക്കാനുള്ള ഡ്രസ്സുകളെടുത്ത് ചിലങ്ക വാഷ്റൂമിനുള്ളിലേക്ക് കയറുന്നതും അശ്വതി അവളുടെ ബെഡിലിരുന്ന് കാണുന്നുണ്ട്. ഈ പെൺകുട്ടി എന്താണ് ഈശ്വര ഇങ്ങനെ? എന്ത് ചോദിച്ചാലും ഒറ്റവാക്കിൽ മറുപടി, അല്ലെങ്കിൽ ഒരു മോളൽ. ചിലങ്കയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹത ഉണ്ടെന്ന് അവൾക്ക് തോന്നി. ഇവളെ മിണ്ടിച്ചില്ലെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നല്ല. വരട്ടെ, ഇവിടുത്തെ ദിവസങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അശ്വതി മനസ്സിൽ പറഞ്ഞു. ആദ്യമായാണ് ഇങ്ങനെയൊരു റൂംമേറ്റിനെ കിട്ടുന്നത്. തനിക്കാണെങ്കിൽ മിണ്ടാതെ ഇരിക്കുന്നത് പോലും കലിപ്പ. ശരിയാക്കി തരാം. ജയ, സിദ്ധാർത്ഥിനെ കാർത്തിക് കണ്ടെത്തിയിട്ടില്ലെന്നത് ശരിയല്ലേ? മോഹനചന്ദ്രനും ജയചന്ദ്രനും അവരുടെ പ്രൈവറ്റ് റൂമിൽ ഇരുന്നും കൊണ്ടുള്ള സംസാരമാണ്. ഇല്ലേട്ടാ, അവനെ നമ്മൾ പാർപ്പിച്ചെടുത്ത് തന്നെയുണ്ട്. കാർത്തി അവനെ പൊക്കിയിട്ടുണ്ടെങ്കിൽ സിദ്ധാർത്ഥ് പിന്നെ ജീവനോടെ ഉണ്ടാവില്ല, അതുറപ്പാണ്, ജയചന്ദ്രൻ ഉറപ്പോടെ പറഞ്ഞു. സുഭദ്രയുടെ വീട്ടിൽ നിന്നും നമുക്ക് എത്രയും വേഗം അവളെ മാറ്റണം. കാർത്തിക് ഇനിയും അവിടെ കയറി ഇറങ്ങിയാൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ സംഗതികൾ കുഴങ്ങും. അതുമാത്രമല്ല, അന്നത്തെ കാർ ഡ്രൈവർ ഭരതൻ, അവനിപ്പോൾ അവൻ്റെ നാട്ടിലില്ല, വേറെ എവിടെയോ ആണ്. അവനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തണം. കാർത്തിക് ഭരതനെ കണ്ടുപിടിച്ചാൽ ഭരതൻ കാർത്തിയോട് ശരിക്കും വായി തുറന്നാൽ എല്ലാം നമ്മുടെ കൈവിട്ടു പോകും. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മോഹനൻ്റെ വാക്കുകളിൽ. ഏട്ടനെന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? ഇതുവരെയെല്ലാം കാര്യങ്ങൾ നടന്നത് നമ്മുടെ തീരുമാനത്തിലായിരുന്നില്ലേ?
ഇനിയും അങ്ങനെ തന്നെ നടക്കും. മിണ്ടാൻ സാധിക്കാത്ത ഭരതനെ കൊണ്ട് കാർത്തിക്കിന് ഒരു കാര്യവും ഉണ്ടാകില്ല. അതുമാത്രമല്ല, അയാളുടെ കൈകൾക്ക് സ്വാധീനവുമില്ല. കാര്യങ്ങൾ എഴുതി കാണിക്കാനുള്ള കഴിവും ഇല്ലെന്നർത്ഥം. ജയചന്ദ്രൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പക്ഷേ ഭരതൻ എവിടെ? അയാൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാണ് പരിസരവാസികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ആ പരിസരത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഒരാൾ അവിടെ എങ്ങും ചെന്നിട്ടില്ല. എന്നാൽ 1 മാസത്തിലധികമായി അയാളും കുടുംബവും മിസ്സിംഗ് ആണ്. ശരിക്കും ഇപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം ജയചന്ദ്രന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുഭദ്രയുടെ വീട്ടിൽ നിന്നും എത്രയും വേഗം നമുക്കവളെ മാറ്റണമെന്ന്. ഇത്രയും നല്ലൊരു ഷെൽട്ടർ നമുക്ക് മറ്റെവിടെ കണ്ടെത്താനാകും? അവിടെ നിന്നും മാറ്റുന്നതിനേക്കാൾ നല്ലത് അവളെ നമുക്കങ്ങ് കൊല്ലുന്നതാണ്. എങ്കിൽ പിന്നെ തലവേദനയില്ലല്ലോ. അത് പറയുമ്പോൾ ജയചന്ദ്രൻ്റെ മുഖത്ത് കുടിലത നിറഞ്ഞു. ഇല്ല, കാർത്തിയുടെയും നദിയുടെയും ജീവനറ്റ ശരീരം കാണിച്ചിട്ടേ അവളെ ഞാൻ കൊല്ലൂ. മുദ്രപത്രത്തിൽ ഒപ്പുവെച്ച് സ്വത്തുക്കൾ നമുക്ക് കൈമാറാൻ അവൾ സമ്മതിക്കുമായിരുന്നുവെങ്കിൽ കാർത്തികിനെയും നദിയെയും കൊല്ലേണ്ട ആവശ്യം നമുക്ക് വരില്ലായിരുന്നു. അതുകൊണ്ട് അവളത് കാണണമെന്നത് എൻ്റെ വാശിയാണ്. ആ വാശിക്ക് വേറൊരു കാരണം കൂടിയുണ്ട്. അത് നിന്നോട് ഞാൻ ഇപ്പോൾ പറയില്ല, സമയമാകട്ടെ. എന്താണെന്ന് മനസ്സിലാകാതെ ജയചന്ദ്രൻ ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾ പുഞ്ചിരിച്ചും കൊണ്ട് ജയചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി 2 കണ്ണുകളും അടച്ചുകാട്ടി. തുടരും കഥയുടെ അടുത്ത ഭാഗം.